നീ ഇത് ഇനിയും വിട്ടില്ലേടേ ചേച്ചി? കയ്യിലുള്ള ഗ്ലാസ് പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് സീത ചോദിച്ചു. പാർവതി ഒന്ന് അവളെ തിരിഞ്ഞു നോക്കി. കരഞ്ഞു ചീർത്ത അവളുടെ കണ്ണുകൾ സീതയിൽ വേദനയുണ്ടാക്കി. നിനക്കിന്ന് നേരത്തെ പോണോ? അവൾക്ക് ചായ എടുത്തു കൊടുത്തുകൊണ്ട് പാർവതി ചോദിച്ചു. മുത്തശ്ശിക്ക് വയ്യ, മേശയിലേക്ക് ഇരുന്നു കൊണ്ട് സീത പറഞ്ഞു. പാർവതി ദോശ ചൂടുന്നത് തുടർന്നു. അച്ചു എഴുന്നേറ്റില്ലേ? ഹാളിലേക്ക് പാളി നോക്കി സീത ചോദിച്ചു. പാർവതി സീതയൊന്ന് തിരിഞ്ഞു നോക്കി. അവനോട് എന്തിനാ ചേച്ചി ദേഷ്യം കാണിക്കുന്നത്? ചെയ്യുന്ന തെറ്റിനെയാണ് വലിച്ചു പറിച്ച് കളയേണ്ടത്, അല്ലാതെ അത് ചെയ്യുന്ന വ്യക്തികളെയല്ല. ചൂടുള്ള ചായ കുറേശ്ശെ കുടിച്ച് നിസ്സാരമായത് പറയുന്നവളെ പാർവതി വേദനയോടെ നോക്കി. നിനക്കൊട്ടും സങ്കടമില്ലേടേ? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും പാർവതി അവളോട് ചോദിച്ചു പോയി. നിനക്ക് ഓർമ്മയുണ്ടോ ചേച്ചി, നമ്മൾ രണ്ടും അച്ചുവിന് അമ്മയാകുമ്പോൾ നിനക്ക് 14 എനിക്ക് 12 വയസ്സ്. ഒരു 5 വയസ്സുകാരൻ്റെ എന്തെല്ലാം കുരുത്തക്കേടുകൾ അവനുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ അവനെ നോവിച്ചിട്ടില്ല. അവൻ്റെ ഒരു ഇഷ്ടവും സാധിക്കാതെ പോയിട്ടില്ല. അമ്മയെപ്പോലെ ആയിട്ടല്ല, അമ്മയായിട്ടല്ലേ നമ്മൾ സ്നേഹിച്ചത്, ക്ഷമിച്ചത്. എന്തിഷ്ടമായിരുന്നു അവന് വല്യേച്ചിയും സീതേച്ചിയും. അവനെ മാറിപ്പോയിട്ടുള്ളൂ. നമ്മളിപ്പോഴും ആ പഴയ കാലത്ത് തന്നെയാണ് ഇല്ലേ? സീതയുടെ വാക്കുകൾ കേട്ടിട്ട് പാർവതി വീണ്ടും കരഞ്ഞു പോയിരുന്നു. സീത പക്ഷേ യാതൊരു ഭാവമാറ്റവുമില്ലാതെയാണ് പറയുന്നത്. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ കഴിയോടെ ചേച്ചി നമുക്ക്? അതിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും വേദന സഹിച്ചത്, ക്ഷമയോടെ കാത്തിരുന്നത്? എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിലും നല്ലതല്ലേ ആ എലിയെ ഓടിച്ചു പിടിക്കുന്നത്? സീത ചെറിയ ചിരിയോടെ പാർവതിയെ നോക്കി. എത്ര വളർന്ന് വലുതായാലും അമ്മമാർക്ക് മക്കള് വലുപ്പമാവാറില്ലല്ലോ. അവനെയല്ല, അവൻ്റെ ഉള്ളിലെ തെറ്റുകളെയാണ് ശിക്ഷിക്കേണ്ടത്. നമ്മൾ കൂടി കൈവിട്ടാൽ പിന്നെ അവൻ ആരാ ചേച്ചി? അവനെ തിരുത്തിക്കൊണ്ട് വരേണ്ടത് നമ്മളല്ലേ? കരഞ്ഞുകൊണ്ട് തന്നെയാണ് പാർവതി തലയാട്ടിയത്. നിനക്കൊന്ന് കരഞ്ഞൂടെ സീതെ? എന്തിനാണ് എല്ലാം കൂടി മനസ്സിലിട്ട് സഹിച്ചു നടക്കുന്നേ? സീതയുടെ കല്ലിച്ച ഭാവത്തിലേക്ക് നോക്കി പാർവതി ചോദിച്ചു. അതിനെനിക്ക് സങ്കടമില്ലടേ ചേച്ചി, പിന്നെ എന്തിനാ ഞാൻ കരയുന്നേ? പിന്നെ ആകെയുള്ള സമാധാനം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്ക് കൂടിയുള്ളത് വീട്ടിലിരുന്നിട്ട് എൻ്റെ ചേച്ചി കരഞ്ഞു തീർക്കുന്നുണ്ടെന്ന്. പാർവതിയെ നോക്കി സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്തൊക്കെയാണേലും നാവിനൊരു കുറവുമില്ല. പാർവതി അവളുടെ തോളിലിട്ടൊരു അടി കൊടുത്തു. ആ, സീതാലക്ഷ്മി സ്ട്രോങ് ആണ്, അഹങ്കാരിയാണ്. ഇപ്പോൾ ദാ പുതിയ പോസ്റ്റ്. സീതാലക്ഷ്മിക്ക് നാക്കിനും നീട്ടമേറിയെന്ന്. ഹൈവ, പൊളിച്ചു. ചിരിയോടെ പറയുന്നവളെ പാർവതി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. എനിക്ക് അഭിമാനമുണ്ടടി മോളെ നിന്നെ ഓർക്കുമ്പോൾ. എനിക്ക് പറ്റുന്നില്ലല്ലോ ഇങ്ങനൊന്നും. പാർവതി അവളുടെ കവിളിൽ തലോടി. നീയല്ലേടി ചേച്ചി എന്നെ വളർത്തിയത്. നീ ഇവിടെയുണ്ടെന്ന ധൈര്യത്തിലല്ലേ ഞാൻ പോണത്. എനിക്കും പറ്റില്ലല്ലോ നിന്നെപ്പോലെ ഇത്രയും മനോഹരമായിട്ട് സ്നേഹിക്കാൻ. സീത തിരിച്ചും പാർവതിയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. ഹരിക്ക് നാണക്കേടുണ്ടായിട്ടുണ്ടാവും. അജു ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ കാണാൻ വയ്യായിരുന്നു ഹരിയുടെ മുഖം. പാർവതി വീണ്ടും അടുപ്പത്തേക്ക് തിരിഞ്ഞു. ഹരിയെ എനിക്ക് മുന്നേ അറിയാവുന്ന നീ ഇങ്ങനെ പറയലേടി ചേച്ചി. അവന് സങ്കടമായിട്ടുണ്ടാകും. പക്ഷേ നാണക്കേടായിട്ട് തോന്നിയിരുന്നുവെങ്കിൽ എത്രയോ മുന്നേ തന്നെ അവൻ നമ്മളിൽ നിന്നും ഇറങ്ങി തിരിഞ്ഞു നടന്നിട്ടുണ്ടാകും. ഇതിനു മുന്നേ എന്തെല്ലാം കേട്ടിട്ടുണ്ട് അവൻ നമുക്ക് വേണ്ടി. അവൻ എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരാളുടെ ബലത്തിൽ നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ട്. അവൻ തന്ന ധൈര്യം കൊണ്ട് വീഴാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. സീതയുടെ മുഖത്ത് നിറയെ ഹരിയോടുള്ള നന്ദിയും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. എന്നാണാവോ ഈ കഷ്ടപ്പാടും സങ്കടവുമൊക്കെ മാറി നമ്മൾക്കും സന്തോഷത്തോടെ ജീവിക്കാനാവുന്നത്? നെടുവീർപ്പോടെ പാർവതി സീതയെ നോക്കി. ഒക്കെ മാറുമ്പടി ചേച്ചി, നീ നോക്കിക്കോ. സീത ചായ കുടിച്ച് കഴിഞ്ഞ ഗ്ലാസ് കഴുകി വെച്ച് കുളിക്കാനിറങ്ങി. തലയ്ക്കകത്താരോ ഒരു ലോഡ് കരിങ്കൽ ഇറക്കി വെച്ചതുപോലെ. അത്രയും കനം. പോരാത്തതിന് വെട്ടിപ്പൊളിയുന്ന പോലെ തലവേദന വേറെയും. കണ്ണനെ എഴുന്നേൽക്കാനേ തോന്നിയില്ല. ഉള്ളിൽ നിന്നും അരിച്ചെത്തുന്ന പനിയുടെ കുളിര് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അവിടെ നിന്നും എഴുന്നേൽക്കണമെന്നും വല്ലതും കഴിച്ചിട്ട് ഒരു ഗുളികയെടുത്ത് വിഴുങ്ങണമെന്നൊക്കെ മനസ്സിലുണ്ടായിട്ടും കണ്ണടഞ്ഞു പോകുന്നൊരു ആലസ്യം അവനെ അവിടെ തന്നെ പിടിച്ചു കിടത്തി. രാവിലെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ തുമ്മലും ചീറ്റലുമായി പനി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു.
അതും പറഞ്ഞിട്ട് ആദ്യം സിദ്ധുവും കുറേ കളിയാക്കി. ചിരിച്ചു തോർത്ത് ആ തളർന്ന അവസ്ഥയിലും അവൻ്റെ ചുണ്ടിലെ ചിരിക്ക് കാരണമായിരുന്നു. പനി കൂടും, വല്ലതും കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ആദ്യം സിദ്ധുവും പോയ ഉടനെ കയറിക്കിടന്നതാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ലീവെടുത്ത് കൂടെ വരാമെന്ന് പറഞ്ഞത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഒത്തിരി നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് രണ്ടും ജോലിക്ക് പോവാൻ ഇറങ്ങിയത്. കണ്ണൻ ഓരോന്നോർത്തെടുത്ത് വീണ്ടും മയക്കത്തിലേക്ക് ഊളിയിട്ടു. നേർത്തൊരു മൂടൽമഞ്ഞിലൂടെ ആരുടെയോ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന സ്വന്തം ചിത്രമാണ് ആ കിടപ്പിലും അവൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്നവൾക്ക് സീതാലക്ഷ്മിയുടെ മുഖമാണെന്നത് അവനുള്ളിലെ കുളിരു കൂട്ടി. അവൾ ചിരിക്കുകയാണ്. അവളുടെ ആ ഭാവം വളരെ അപൂർവമായി കാണുന്നത് കൊണ്ടായിരിക്കും ചിരിക്കുമ്പോൾ സീതാലക്ഷ്മി എത്ര മനോഹരിയാണ്. കണ്ണൻ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുപോയി. ടേബിളിൽ കാശ് വെച്ചിട്ടുണ്ട്. നീ പോകുമ്പോൾ കറണ്ട് ബില്ല് കൂടി അടച്ചിട്ട് പോയാൽ മതി. എനിക്കിന്ന് സമയം കിട്ടില്ല, ലാസ്റ്റ് ഡേറ്റ് ആണ്. പോവാനിറങ്ങും മുന്നേ സീത പറഞ്ഞത് തന്നോട് തന്നെയാണോ എന്ന സംശയത്തോടെ അർജുൻ അവളെ തന്നെ തിരിഞ്ഞു നോക്കി. ഇന്നലെ രാത്രിയിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അർജുന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പാർവതി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ട്. ബില്ല് 600 രൂപയാണ്. നീ കഴിഞ്ഞ ആഴ്ച എന്നോട് കാശ് ചോദിച്ചില്ലായിരുന്നോ? അന്ന് തരാൻ കയ്യിലുണ്ടായിരുന്നില്ല. ബില്ലടച്ചിട്ട് ബാക്കിയുള്ളത് നീ വെച്ചോ. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചിട്ട് പോകുന്നതിന് മുന്നേ സീത അതുകൂടി പറയുമ്പോൾ അർജുൻ്റെ മുഖം പാതാളത്തോളം താഴ്ന്ന പരുവത്തിലായിരുന്നു. അത് നോക്കി നിന്നിരുന്ന പാർവതിയിൽ വല്ലാത്തൊരു നിർവൃതിയുണ്ട്. പോട്ടെ ചേച്ചി. പിന്നെയൊന്നും പറയാതെ ചുരിദാറിൻ്റെ ഷോളിൽ കൈതുടച്ച് സീത ഇറങ്ങിപ്പോയി. റോഡും കടന്ന് വയൽവരമ്പിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് മുതൽ തൻ്റെ കയ്യിൽ നിന്നും വഴുതി മാറുന്ന മനസ്സിനെയും ഓർമ്മകളെയും സീത മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഹൃദയം വല്ലാത്തൊരു ഭാവത്തെയും പേറി അവർക്കൊപ്പം നടന്നു. നേരിയ മഴ പൊടിയുന്ന ഇന്നലത്തെ വൈകുന്നേരം അവൾക്കൊരിക്കലും മറക്കാനാവില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ. അതിനുശേഷം നടന്നുപോയ സംഭവങ്ങളിലെ വേദനകളെപ്പോലും അലിയിച്ച് ഇല്ലാതാക്കി കളയാൻ ആ നിമിഷങ്ങൾക്ക് ശക്തിയുണ്ടായിരുന്നുവോ? പുലരുവോളം ഉറക്കത്തെ പോലും മറന്നു പോകുമായിരുന്ന അത്രയും നൊമ്പരം പേറിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. എന്നിട്ടും നനത്തൊരു കാറ്റുപോലെ തഴുകി ഉറക്കിയതും അതേ ഓർമ്മകളല്ലേ? സീതയുടെ ഹൃദയം വളരെ ശക്തിയായി മിടിച്ചു തുടങ്ങി. തലേന്ന് പെയ്തിറങ്ങിയ മഴയുടെ തിളക്കവും പേറി വയലോലകൾ അതിമനോഹരിയായാണ് ചിരിക്കുന്നത്. സീതയെപ്പോലെ തന്നെ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ച. ഓരോ കാലടികൾക്കും വല്ലാത്ത ധൃതിയുണ്ടായിരുന്നു സീതയ്ക്ക്. അവൾ അറിയാതെ തന്നെ അതേ നിമിഷം തന്നെ സീതയ്ക്ക് ഹരിയെ ഓർമ്മ വന്നു. എത്തിയിട്ടുണ്ടാകും, വിളിച്ചിട്ടുമുണ്ടാകും. വിളിച്ച് കിട്ടാതായപ്പോൾ 4-5 തെറിയും വിളിച്ചിട്ടുണ്ടാകും. സീതാലക്ഷ്മിയുടെ വൃത്തികെട്ട ദുരഭിമാനത്തെ പിന്നെയും ഒരുപാട് പുച്ഛിച്ചു കാണും. സീത ചിരിയോടെ ഓർത്തു. ശ്രീനിലയത്തിൻ്റെ പടി കയറുമ്പോൾ വീണ്ടും ഹൃദയം വാക്ക് തെറ്റിച്ചു. വല്ലാതെ മിടിക്കുന്നുണ്ട്. കണ്ണുകൾ പതിവില്ലാതെ ഒരു കള്ളത്തരം. കാതുകൾ ആരുടെയോ സാന്ത്വന വാക്കുകൾക്ക് വട്ടം പിടിക്കുന്നുണ്ടോ? തുറച്ചു നോക്കുന്നവരെ എന്നത്തെയും പോലെ വളരെ മനോഹരമായി അവഗണിച്ചു. ഇന്നത് തനിക്ക് അല്പം കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സീതാലക്ഷ്മി സ്വയം അഭിമാനിച്ചു. അവളെ തന്നെ അഭിനന്ദിച്ചു. എങ്ങനെയുണ്ട്? മുറിയിൽ ചെന്നയുടനെ ബാഗ് പോലും അഴിച്ചു വെക്കാതെ സീത മുത്തശ്ശിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. അതൊക്കെ പോയിടി പെണ്ണേ, മുത്തശ്ശി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അങ്ങനെ മുഴുവനായും പോയിട്ടൊന്നുമില്ല. 2 ദിവസം കൂടി നന്നായി റെസ്റ്റ് എടുത്തേ പറ്റൂ. ബാഗൂരി മേശയിൽ കൊണ്ട് വെച്ചിട്ട് സീത പറഞ്ഞു. ഓ പിന്നെ, അല്ലെങ്കിൽ ഞാനല്ലേ ഈ പറമ്പ് മുഴുവനും കിളച്ചു മറിക്കുന്നത്. മുത്തശ്ശി സീതയെ കളിയാക്കി പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവരെയൊന്ന് തുറച്ചു നോക്കി. നീ ഇന്നലെ നിനക്ക് കൂട്ടുവന്ന എൻ്റെ കണ്ണനെ എടുത്തിട്ട് കുടഞ്ഞോടിയ പെണ്ണെ. പുലി പോലെ നിനക്കൊപ്പം വന്നവൻ തിരികെ എത്തിയത് നനഞ്ഞു തൂങ്ങിയതുപോലെയാണ്. മുത്തശ്ശി സീതയുടെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല നിങ്ങളുടെ കിണ്ണനെ. സീത അവൻ്റെ പേര് കേട്ടപ്പോൾ തുടിച്ച ഹൃദയത്തെ ഉള്ളുകൊണ്ട് ശാസിക്കുന്നതിനിടെ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. നീയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. മുത്തശ്ശി അവളുടെ ചുവന്നു തുടങ്ങിയ കവളുകൾ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വേണേ വിശ്വസിച്ചാൽ മതി, എനിക്കൊരു നിർബന്ധവുമില്ല. അവളും ചുണ്ടുകൊട്ടി. വീണ്ടും ഓരോരോ ജോലികളിൽ മുഴുകുമ്പോഴും അവളുടെ കണ്ണും മനസ്സും അറിയാതെ തന്നെ കണ്ണനെ തേടുന്നുണ്ടായിരുന്നു. ഉച്ചയായിട്ടും അവനെ കാണാഞ്ഞ് ഉള്ളിലൂറിക്കൂടിയ നിരാശ തന്നെയാണ് അവനെ തിരഞ്ഞിറങ്ങാൻ അവൾക്ക് ധൈര്യം പകർന്നത്.